അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംവാദത്തിന്റെ പ്രഥമഘട്ടത്തിൽ വാക്കുകളിൽ വന്ന ചില തെറ്റിദ്ധാരണകൾ ഇവിടെ ആദ്യമായി തന്നെ എന്റെ ഭാഗത്തുനിന്നുണ്ടായത് ക്ഷമ ചോദിച്ചിരുന്നു. അവസാനം ഞാൻ പറഞ്ഞ ആദർശം തന്നെ ലബദാരിമി മുജാഹിദ് പക്ഷമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സമ്മതിച്ചത് എന്റെ ആശയം ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, ഇവിടെ സുന്നിപക്ഷം തുടർച്ചയായി 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യാവസാനം 3 ചോദ്യങ്ങളും സുന്നിപക്ഷം വളരെ കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു എന്നാണ് വ്യവസ്ഥ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വ്യവസ്ഥ ചർച്ച ചെയ്തിരുന്ന യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അന്നുണ്ടായിരുന്ന ചർച്ച ചോദ്യത്തിന് ഉത്തരം പറയും എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ തുടർച്ചയായി ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പല വിഷയങ്ങളിലും ഉത്തരം പറഞ്ഞു എന്ന് തോന്നിപ്പിക്കും വിധം ദാരിമി സംസാരിച്ചിരുന്നു എന്നതും സത്യമാണ്. പക്ഷേ ഉത്തരം പറഞ്ഞില്ല എന്ന് ആരോപണം നിരന്തരം വന്നപ്പോ ആ ആരോപണത്തെ ഗണ്ണിക്കാനോ വ്യക്തമായി അവർ ആവശ്യപ്പെട്ടതുപോലുള്ള ഉത്തരം പറയാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ നിരീക്ഷണം. അതുപോലെ ഇവിടെ മൂന്നാമത് ചോദിച്ച സക്കരിയ സ്വലാഹിയെ കുറിച്ചുള്ള ചോദ്യം, ആ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാതെ പോവുകയാണുണ്ടായത് എന്നാണ് സുന്നിപക്ഷം ആരോപിച്ചത്. ഈ ആരോപണങ്ങൾക്ക് മുഴുവനും അവസാന അവസരത്തിൽ മറുപടി പറയാൻ ലബദാരിമിക്ക് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആ അവസാന അവസരം അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തുവാൻ പറ്റുമായിരുന്നു. കാരണം ഈ 3 ചോദ്യങ്ങൾക്കും ഒന്നിച്ചുള്ളൊരു മറുപടി അദ്ദേഹം അവസാന അവസരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ സമ്പൂർണ്ണ മറുപടി ആകുമായിരുന്നു. എന്തോ കാരണവശാൽ മറുപടി ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഞാനൊരു മധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹം പറയാത്തതിന്റെ പേരിൽ അങ്ങനെ ഉത്തരമായി മാറിയതുമില്ല. പക്ഷെ ഈ സദസ്സ് ആദർശത്തോടുള്ള കൂറുകൊണ്ടാണ് 2 ഭാഗത്തു നിന്നുള്ള സദസ്സും പണ്ഡിതന്മാരോട് സഹകരിച്ചിരുന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്നും ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിക്കാനും തുടർന്നും ഇത്തരം നല്ല വേദികളിലൂടെ ഹക്ക് കണ്ടെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്നും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സദസ്സ് സ്നേഹപുരസരം സൗഹൃദപൂർവ്വം പിരിഞ്ഞു പോകാൻ പറ്റും വിധമാണ് ഇവിടെ ചർച്ചകൾ നടന്നത്. ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാവട്ടെ കേരളത്തിൽ മുഴുവൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും, പണ്ഡിതന്മാർക്കും സദസ്സിനും നന്ദി പറഞ്ഞു